പയ്യന്നൂരിൽ വീട്ടമ്മയെ കത്തിമുനയിൽ നിർത്തി സ്വർണ്ണമാലയും കമ്മലും കവർന്നെടുത്ത സംഭവത്തിൽ പ്രതിപിടിയിൽ. കരിവള്ളൂർ കൂക്കാനത്തെ രാജേന്ദ്രനെയാണ് പയ്യന്നൂർ പോലീസ് മണിക്കൂറുകൾക്കകം പിടികൂടിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. വ്യാഴാഴ്ച രാവിലെ 10:30യോടെയാണ് അന്നൂർ കൊരവയലിലെ സാവിത്രി എന്ന വയോധികയുടെ വീട്ടിൽ മറ്റാരുമില്ലാത്ത തക്കം നോക്കിയെത്തിയ രാജേന്ദ്രൻ പിടിച്ചുപറി നടത്തിയത്. ഇവിടെ 3 മാസം മുമ്പ് മരം മുറിക്കാനെത്തിയ സംഘത്തിൽ രാജേന്ദ്രനും ഉണ്ടായിരുന്നു. ഭർത്താവ് രവീന്ദ്രൻ വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പകൽ നേരങ്ങളിൽ സാവിത്രി വീട്ടിൽ തനിച്ചാണെന്ന് മനസ്സിലാക്കിയാണ് രാജേന്ദ്രൻ കവർച്ച ആസൂത്രണം ചെയ്തത്. ആളെ തിരിച്ചറിയാതിരിക്കാനായി മഴക്കോട്ട് ധരിച്ചാണ് ഇയാളെത്തിയത്. കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് സാവിത്രി വാതിൽ തുറന്നപ്പോൾ അകത്തേക്ക് അതിക്രമിച്ച് തള്ളിക്കയറിയ രാജേന്ദ്രൻ ഉടൻ വാതിലിന്റെ കുറ്റിയിട്ടു. തുടർന്ന് സാവിത്രിയുടെ വായിൽ കൈ തിരുകി കയറ്റി കഴുത്തിൽ കത്തിവെച്ചാണ് ഇവരുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാലയും കാതിലെ കമ്മലും കൈക്കലാക്കിയത്. ശേഷം സാവിത്രിയെ തള്ളിയിട്ട് ഇവിടെ നിന്നും കടന്നുകളയുകയായിരുന്നു. നീലക്കോട്ടുമിട്ട് ഇയാൾ ഓടിമറിയുന്നതിന്റെ ഭാഗികമായ ദൃശ്യം തൊട്ടടുത്തുള്ള കടയിലെ CCTVയിൽ പതിഞ്ഞിരുന്നു. ക്രൈം സ്ക്വാഡ് അംഗങ്ങളുമായി ചേർന്ന് പയ്യന്നൂർ SIP യദുകൃഷ്ണനും സംഘവും നടത്തിയ കൃത്യവും സമർത്ഥവുമായ നീക്കത്തിലാണ് മണിക്കൂറുകൾക്കകം മോഷ്ടാവ് രാത്രിയോടെ തന്നെ പിടിയിലായത്. വീട്ടുപരിസരത്തെത്തിയ അപരിചിതരെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 3 പേർ മരം മുറിക്കാരെത്തിയിരുന്നുവെന്ന് പോലീസ് മനസ്സിലാക്കിയത്. ഇവരെ കേന്ദ്രീകരിച്ച് വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ കവർച്ചയ്ക്ക് പിന്നിൽ രാജേന്ദ്രനാണെന്ന് പോലീസിന് ബോധ്യമാവുകയായിരുന്നു. പിന്നീട് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ആദ്യം കുറ്റം നിഷേധിച്ചെങ്കിലും പോലീസിന്റെ പഴുതടച്ചുള്ള ചോദ്യം ചെയ്യലിൽ അധികം പിടിച്ചു നിൽക്കാനായില്ല. ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന രാജേന്ദ്രനെ തൊണ്ടി മുതൽ വീണ്ടെടുക്കാനായി തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.